നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോള് വല്ലാതെ പേടിച്ചല്ലോ. മാളു എന്താ? മാളു മാളു മോള് പേടിക്കണ്ട, അനങ്ങാതെ നിന്നാ മതി. എന്താ എന്താ മാള് കരയുന്ന കേട്ടല്ലോ. മഹിയുടെ പാമ്പ്. അയ്യോ, അയ്യോ, പാമ്പ്. അതോടെ വന്നു. പാമ്പ് അകത്തുണ്ടെന്ന് ഗംഗ പറഞ്ഞത് ശരിയായിരുന്നു. മാളു പേടിക്കണ്ട കേട്ടോ. പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് കണ്ട അത് പോയിക്കോളൂ. എങ്ങോട്ട് പോവന്ന്? അത് പോയാലും ഈ വീടിനകത്ത് തന്നെയല്ലേ നിക്കൂ. അതിനെ തല്ലി കൊല്ലും മഹിയേട്ടാ. അയ്യോ, കൊല്ലണ്ട, അതൊരു ജീവനല്ലേ. മാളുവിനെ ഞാൻ എടുക്കാം. അതിന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോവല്ലേ മഹിയേട്ടാ. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. എനിക്കിതിനെ തൊടാൻ സാധിക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ള പാമ്പ. ഒരു കൊട്ടേഷൻ കൊടുത്താൽ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് ആളെ പിടിക്കാൻ അറിയാം. കൃത്യമായിട്ട് മാളുവിനെ തന്നെ സ്കെച്ചിട്ട് പിടിച്ചല്ലോ. ആ, നകുലു വന്നല്ലോ. നകുലിന് ജീവികളെയൊക്കെ അടുത്തറിയാവുന്നല്ലേ? അതെ, പക്ഷെ പാമ്പുമായിട്ട് അത്ര പരിചയമില്ല. പാമ്പുകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. കൊത്ത് കിട്ടുന്നത് വിചാരിക്കാത്ത സമയത്തായിരിക്കും. അയ്യോ, എല്ലാരും സംസാരിച്ച് നിക്കാതെ വേഗം എന്തെങ്കിലും ചെയ്യൂ. മഹി, ആ പാമ്പ് കൊടുത്ത കാര്യയോ ഫോറസ്റ്റുകാരെയോ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറ. ആ, ഹലോ, ഫോറസ്റ്റ് ഓഫീസല്ലേ? എന്റെ വീട്ടിലൊരു പാമ്പ് കയറി. അതെ, ഉണ്ട്. ഒന്ന് പെട്ടെന്ന് എത്താൻ പറ്റുമോ? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ശരി, നോക്കിക്കോളാം. ആ, അവര് ഉടനെ വരൂ മഹി. വരാമെന്നാ പറഞ്ഞത്. ഞാൻ ലൊക്കേഷൻ ഒന്ന് അയക്കട്ടെ. എങ്ങനെ നിൽക്കാം? മോളെ, വാ. മോൾക്കൊന്നും പറ്റിയില്ല. എന്തായി? പാമ്പിനെ കിട്ടിയോ സാർ? ഇല്ല. അയ്യോ, അതെന്താ? ഞങ്ങൾ അവിടെ മുഴുവൻ നോക്കി, പക്ഷെ പാമ്പിനെ കണ്ടില്ല. അയ്യോ, അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഒന്നും ഇല്ലെന്നേ. എന്റെ ബലമായ സംശയം പാമ്പ് ജനൽ വഴിയോ
വെന്റിലേറ്റർ വഴിയോ പുറത്തോട്ട് പോയിട്ടുണ്ടാവും. അത് പോയി കാണുന്ന ഉറപ്പാണോ? അതെ, ഉറപ്പാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പടം പാമ്പ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാരെങ്കിലും കടിക്കും. അത് പോയി കാണും. പോയില്ലെങ്കിൽ അവരതിനെ കണ്ടുപിടിക്കില്ലായിരുന്നോ? ശ്രേയ താഴേക്ക് വന്നപ്പോ പാമ്പിറങ്ങി വേറെ ഏതെങ്കിലും മുറിയിലേക്ക് പോയെങ്കിലോ? എല്ലാവർക്കും ഒരു ശ്രദ്ധയുണ്ടാവണം. പാമ്പ് പോയെന്ന് കരുതി അശ്രദ്ധമായിട്ട് നടക്കരുത്. അത് പോയെന്നുള്ളൊരു ഊഹം മാത്രമാണ്. അതെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഗംഗേ, മാളു എവിടെ? ആ, അവള് പേടിച്ച് വലിയ ക്ഷീണത്തിലാ. ഞാൻ റൂമിൽ കിടത്തിയിട്ടുണ്ട്. മാളെന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. കണ്ണടയ്ക്കുമ്പോ ആ പാമ്പിനെ സ്വപ്നം കാണുവാ. അത് മോളെ പാമ്പിനെ കണ്ട് പേടിച്ചതുകൊണ്ടാ. ശ്രീ മഹേശ്വരനെ പ്രാർത്ഥിച്ചുറങ്ങിയാ മതി. പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മോള് കണ്ണടച്ചുറങ്ങിക്കോ. ഞാൻ അടുത്തുണ്ടല്ലോ. ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. മഹേട്ടാ, എന്തുപറ്റി? മഹേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. എനിക്കെന്തോ ആ പാമ്പ് പോയിട്ടില്ല എന്നൊരു തോന്നല്. അച്ഛനും എന്നെ പോലെ പേടിച്ചു വന്നതാണോ? ഗംഗയ്ക്ക് പേടിയില്ല. അച്ഛൻ ശ്രീമഹേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് കിടന്ന കണ്ണടയ്ക്കുമ്പോ പാമ്പിനെ കാണില്ലെന്നാ ഗംഗ പറഞ്ഞത്. അതെ, ഗംഗ പറഞ്ഞത് ശരിയാ. മഹേട്ടൻ പേടിക്കണ്ട. അവര് പറഞ്ഞതുപോലെ ആ പാമ്പ് പോയിട്ടുണ്ടാവും. മഹേട്ടൻ പേടിക്കണ്ട. അവര് പറഞ്ഞതുപോലെ ആ പാമ്പ് പോയിട്ടുണ്ടാവും. മഹേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ പൊയ്ക്കോളാം. ഗംഗേ, മോളെ മുറി കൊണ്ട് കിടത്തും. ശരി മഹേട്ടാ. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.